ഭാവനാശൂന്യൻ എന്ന പേരിൽ ജോലിയിൽ നിന്ന് പുറത്താക്കിയ ഒരു മനുഷ്യനെ തേടി 26 ഓസ്കർ അവാർഡുകൾ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? 104 വർഷം മുമ്പ് അമേരിക്കയിലെ കനാസ് സിറ്റി സ്റ്റാർ ന്യൂസ് എന്ന പേപ്പറിന്റെ ഓഫീസ് പുതുതായി നിയമിച്ച കാർട്ടൂണിസ്റ്റിനെ പത്രാധിപർ മുറിയിലേക്ക് വിളിച്ചു. വളരെ ആശങ്കയോടെ മെല്ലിച്ച ആ ചെറുപ്പക്കാരൻ ഓഫീസ് മുറിയിലേക്ക് എത്തി. നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമല്ല മാനേജ്മെന്റിനുള്ളത്. ഭാവനയും ആശയവും ഇല്ലെന്നാണ് വിലയിരുത്തൽ. ആളുകളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കാർട്ടൂണുകൾക്കാകണം. അത്തരം ഗുണങ്ങളൊന്നും നിങ്ങളിലില്ല. എഡിറ്റർ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു. തുടർന്ന് ആ ചെറുപ്പക്കാരനെ ജോലിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള കത്ത് കൈമാറി. ഒരുപാട് ദുഃഖത്തോടെ അയാൾ ഓഫീസിന്റെ പടിയിറങ്ങി. കാലം പിന്നെയും മുന്നോട്ട് പോയി. 9 വർഷത്തിന് ശേഷമാണ് ഈ യുവാവിനെ ലോകം ശ്രദ്ധിക്കുന്നത്. ആ ചെറുപ്പക്കാരന്റെ തലയിൽ പിറവിയെടുത്ത ഒരു കഥാപാത്രം കാർട്ടൂൺ മേഖലയിലെ ചരിത്രം തന്നെ മാറ്റിവരച്ചു. അതെ, ആ കാർട്ടൂണിസ്റ്റാണ് വാൾട്ട് ഏലിയാസ് ഡിസ്നി. അദ്ദേഹത്തെ കോടീശ്വരനാക്കിയത് ഒരു കുഞ്ഞൻ ചുണ്ടലിയാണ്. ചിക്കാഗോയിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ 1901 ഡിസംബർ 5-നാണ് ജനനം. 4 മക്കളിൽ രണ്ടാമൻ. ഭക്ഷണത്തിന് വകയില്ലാത്ത സാഹചര്യത്തിൽ പഠനം ഉപേക്ഷിച്ചു. ചിത്രം വരയിലായിരുന്നു ജീവിതം. മുടി വെട്ടാൻ കാശില്ലാത്തതിനാൽ പ്രതിഫലമായി പുതിയ ഹെയർ സ്റ്റൈലുകൾ ബാർബർക്ക് വരച്ചു നൽകി. ട്രെയിനുകളിൽ ചായയും ചപ്പാത്തിയും ലഘുഭക്ഷണവും വിറ്റു നടന്നു. അങ്ങനെ ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്തു. വരുമാനത്തിൽ നിന്ന് ഇത്തിരി തുക മിച്ചം വെച്ച് രാത്രി കാലങ്ങളിൽ ഫൈൻ ആർട്സ് കോളേജിൽ ചിത്രരചന പഠിക്കാൻ ചേർന്നു. 1917 16 വയസ്സുള്ളപ്പോൾ പട്ടാളത്തിൽ ചേരാൻ പോയി. പ്രായം തികയാത്തതിനാൽ അവിടെ നിന്നും പുറത്താക്കി. തുടർന്ന് റെഡ് ക്രോസിന്റെ ആംബുലൻസിൽ ഡ്രൈവറായി. മുഴുവൻ സമയവും പണിയില്ല എന്നതായിരുന്നു ആ ജോലി ഡിസ്നിയെ ആകർഷിച്ചത്. ഒഴിവു സമയങ്ങളിൽ ചിത്രരചനയിൽ മുഴുകി. അക്കാലത്താണ് കാർട്ടൂൺ രചനയിൽ താല്പര്യം തോന്നുന്നതും ന്യൂസ് പേപ്പറിൽ ജോലിക്ക് കയറുന്നതും. അവിടെ നിന്ന് പുറത്താക്കിയതോടെ ചിത്രം വരയുമായി അലഞ്ഞു നടക്കാൻ തുടങ്ങി. ആനിമേഷനിലേക്കായി പിന്നീടുള്ള ശ്രദ്ധ. അങ്ങനെ 1921 ആലീസ് കോമഡീസ് എന്ന ആനിമേഷൻ സിനിമയുടെ നിർമ്മാതാക്കളുടെ കൂടെ. അതിനുശേഷമാണ് 4 തലമുറകളായി കോടിക്കണക്കിന് ആളുകൾ ഓമനിച്ച മിക്കി മൗസ് എന്ന കുഞ്ഞൻ ചുണ്ടലിയെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിയത്. അനിമേഷൻ രംഗത്ത് കുലപതിയായ വാൾട്ട് ഡിസ്നിയുടെയും സഹപ്രവർത്തകൻ ഉബ് ഇർവസ്കിന്റെയും ഭാവനയിൽ വിരിഞ്ഞ മിക്കിയെ ലോകം താലോലിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയോ ആയി. മിക്കിയെ കഥാപാത്രമാക്കിയ ആദ്യ 2 ചിത്രങ്ങൾ എന്നാൽ പുറത്തിറങ്ങിയതേയില്ല. 3-ാം ചിത്രമാണ് മിക്കി മൗസിന്റെ ഗതി മാറ്റി എഴുതിയത്. ഹ്രസ്വ ആനിമേഷൻ ചിത്രമായ പ്ലെയിൻ ക്രേസിയിലാണ് മിക്കിയെ ഡിസ്നി ആദ്യമായി അവതരിപ്പിച്ചത്. 1928 മെയ് 15-ന് ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ ടെസ്റ്റ് സ്ക്രീനിംഗ് നടന്നു. പക്ഷേ കാണികളെ ആകർഷിക്കാൻ മിക്കിക്കായില്ല. വളരെയേറെ നിരാശനായ ഡിസ്നി വീണ്ടും മിക്കിയെ ഫിലിമിലാക്കി. ഗാലപ്പിംഗ് കൗച്ചോ എന്ന ചെറു ചിത്രത്തിലൂടെ ഈ ചിത്രത്തിനും വിതരണക്കാരെ കിട്ടിയില്ല. 1928 നവംബർ 18-ന് മിക്കി മൗസിന്റെയും വാൾട്ട് ഡിസ്നിയുടെയും ജാതകം തിരുത്തി കുറിച്ചുകൊണ്ട് ആദ്യ മിക്കി ചിത്രം തിയേറ്ററുകളിലെത്തി. ഡിസ്നിയും ഇവർക്സും ചേർന്ന് സംവിധാനം ചെയ്ത 7.5 മിനിറ്റ് ദൈർഘ്യമുള്ള സ്ലിം ബോട്ട് വില്ലി വൻ വിജയം കൊയ്തു. മിക്കിയുടെ കന്നി ചിത്രമായി ലോകം അംഗീകരിച്ചിട്ടുള്ളത് ഈ സിനിമയാണ്. സത്യത്തിൽ മറ്റൊരു കാർട്ടൂൺ കഥാപാത്രത്തിന് പകരക്കാരനായി വന്നതാണ് മിക്കി മൗസ്. 1920-കളിൽ ഡിസ്നി കമ്പനിയുടെ തന്നെ ഭാവനയിൽ പിറന്ന ഓക്സ്വാൾഡ് ദ ലക്കി റാബിറ്റ് എന്ന മുയലിന് പകരക്കാരനെ അന്വേഷിച്ചപ്പോൾ ജന്മമെടുത്തതാണ് മിക്കി. തന്നെ ചതിച്ച സിനിമാ നിർമ്മാതാവ് ചാൾസ് മിൻസിനോട് വാൾട്ട് ഡിസ്നിയുടെ പ്രതികാരമാണ് മിക്കിയുടെ ജനനത്തിലേക്ക് നയിച്ചത്. ഡിസ്നി കമ്പനിയുടെ കാർട്ടൂൺ ചിത്രങ്ങൾ മിനറൽസ് ആയിരുന്നു ആദ്യകാലങ്ങളിൽ വിതരണത്തിനെടുത്തിരുന്നത്. ലാഭവിഹിതം കിട്ടണമെന്ന് ആവശ്യപ്പെട്ട ഡിസ്നിയോട് കാർട്ടൂണിന്റെ അവകാശം വിതരണക്കാരായ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ നിക്ഷിപ്തമാണെന്ന് വാദമാണ് മറുപടിയായി ലഭിച്ചത്. കൂടാതെ തന്റെ കലാകാരന്മാരെ മിൻറ സ്വന്തമാക്കിയെന്ന വിവരം ഡിസ്നിയെ ആകെ തളർത്തിക്കളഞ്ഞു. ഡിസ്നിക്ക് വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു. 1928 ആ സ്റ്റുഡിയോയിൽ വളർത്തിയിരുന്ന ഒരു കുഞ്ഞൻ എലിയെ ശ്രദ്ധിച്ചപ്പോഴാണ് ഡിസ്നിക്ക് ലഡു പൊട്ടിയത്. ലോസ് ആഞ്ചലസിലേക്ക് ഭാര്യയുമായുള്ള ട്രെയിൻ യാത്രയിലാണ് എലിക്കുഞ്ഞിനെ കഥാപാത്രമാക്കിയാലോ എന്ന ആശയം മനസ്സിൽ വിരിയുന്നത്.
ആദ്യ ചിത്രങ്ങളിൽ മിക്കി ആയിരുന്നില്ല പലപ്പോഴും പ്രധാന കഥാപാത്രം. മിന്നി മൗസ് എന്ന കഥാപാത്രത്തിന്റെ പിന്നിലായിരുന്നു മിക്കിയുടെ സ്ഥാനം. കാലക്രമേണ നായക പദവിയിലേക്ക് ഉയരുകയായിരുന്നു മിക്കി. 1929 ദി കാർണിവൽ കിഡ്സിലൂടെ മിക്കി ആദ്യമായി സംസാരിച്ചു തുടങ്ങി. It's you, huh? Yeah, it's me, I guess. All alone without your dog. Yeah. 1932 ആദ്യമായി മിക്കി കളർ ചിത്രമായി വന്നത്, പരേഡ് ഓഫ് ദ അവാർഡ് നോമിനീസ്. എന്നാൽ ഈ ചിത്രം പുറത്തിറങ്ങിയതേയില്ല. 1935 തിയേറ്ററിലെത്തിയ ദ ബാൻഡ് കൺസേർട്ട് ആണ് ആദ്യ ഔദ്യോഗിക മിക്കി കളർ ചിത്രം. 1940 മിക്കിയെ കേന്ദ്ര കഥാപാത്രമാക്കി ആദ്യ മുഴുനീളം മിക്കി ചിത്രം പുറത്തിറങ്ങി. 1953 ദ സിമ്പിൾ തിങ്സ് എന്ന ചിത്രത്തോടെ വെള്ളിത്തിരയിൽ നിന്ന് മിക്കി മടങ്ങി. പിന്നെ തിരിച്ചെത്തിയത് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അതിനിടെ 1950കളിൽ ടെലിവിഷൻ സ്ക്രീനിലേക്ക് കൂടി മിക്കി കുടിയേറ്റം നടത്തി. 2013 പുറത്തിറങ്ങിയ ഗെറ്റ് എ ഹോഴ്സ് ആണ് അവസാന മിക്കി ചിത്രം. 10 തവണ മികച്ച ആനിമേഷൻ ഷോർട്ട് ഫിലിം വിഭാഗം ഓസ്കാർ നോമിനേഷൻ നേടിയിട്ടുണ്ട് മിക്കി ചിത്രങ്ങൾ. 1941 ലെൻഡെ പോയ്ക്ക് ഓസ്കാർ ലഭിച്ചു. മിക്കിയെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചതിന് വാൾട്ട് ഡിസ്നിയെ 1932 ഓണററി സമ്മാനം നൽകി ഓസ്കർ ആദരിച്ചു. ആകെ 130 മിക്കി ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. സിനിമയിൽ നിന്നുമാണ് മിക്കി പുസ്തകങ്ങളിലേക്ക് ചേക്കേറിയത്. 1930 ജനുവരി 13 ആദ്യ മിക്കി മൗസ് കാർട്ടൂൺ സ്ട്രിപ്പായി പുറത്തെത്തി. ഫിലോയിഡ് ഗോഡ്ഫ്രെഡ്സൺ 45 വർഷം ഒരു പത്രത്തിൽ മിക്കിയെ അവതരിപ്പിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഓസ്കാർ ലഭിച്ച വ്യക്തി എന്ന റെക്കോർഡ് ഡിസ്നിയുടെ പേരിലാണ്. 1965 ഡിസംബർ 15 അദ്ദേഹം ഈ ലോകത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളിലുള്ള ഏതെങ്കിലും ഒരു കഴിവിന്റെ രഹസ്യം ആ കഴിവിനെക്കുറിച്ചുള്ള തികഞ്ഞ ബോധം തന്നെയാണെന്ന് അറിയുക. നിരന്തരം മടിപ്പില്ലാതെ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. വിജയം പിന്നാലെ വരിക തന്നെ ചെയ്യും.